അപ്പോൾ ഹെലിബറിയയിലോട്ടുള്ള റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. ഇത് മുഴുവൻ തേയിലത്തോട്ടമാണ്. രത്തൻ പ്ലാന്റേഷൻ ലിമിറ്റഡിൻ്റെ അബാനി ഗ്രൂപ്പിൻ്റെ തേയിലത്തോട്ടമാണ് മുകളിലും താഴെയെല്ലാം കാണുന്നത്. അപ്പോൾ ഒരു ചെറിയ നീർച്ചാൽ ഒഴുകി വരുന്നത് കണ്ടപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. കുഞ്ഞ് നല്ല സുഖമായിട്ട് കിടന്ന് കാഴ്ചകളൊക്കെ കണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ മനോഹരമായ തേയിലത്തോട്ടം. നമുക്ക് വാഗമണിലൊക്കെ ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളാണ് കാണാൻ സാധിച്ചെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ വിശാലമായ നല്ല ഹലോ നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളാണ്. ഇത് കണ്ടോ, ഒരു ചെറിയ ചാലൊഴുകി പോകുന്നത് വളരെ മനോഹരമായിട്ട് അവർ കരിങ്കല്ലൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നു. നല്ല തെളിഞ്ഞ കണ്ണീര് പോലത്തെ വെള്ളമാണ് ഒഴുകി പോകുന്നത്. അപ്പോൾ ഈ വഴിയെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. ഇനി അങ്ങോട്ട് കയറ്റങ്ങളാണ്. ഞാൻ മുമ്പ് വന്നിട്ടുള്ള പ്രദേശങ്ങളൊക്കെയാണിത്. അതുകൊണ്ട് നമുക്ക് റോഡൊക്കെ കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ഇനി പെരിയാറിൻ്റെ മുകളിലൂടെയുള്ള പാലത്തിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഈ കയറ്റം കയറി ഇറങ്ങിയാലാണ് ആ പാലത്തിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേനും നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് കയറി വന്നപ്പോഴത്തേനും മനോഹരമായ തേയിലത്തോട്ടങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ആ മലയിലെല്ലാം തേയിലയാണ്. ഇവിടെ കവുങ്ങ്, കാറ്റാടിമരം എല്ലാം നിറഞ്ഞ ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ തേയിലയ്ക്കിടയിൽ കുരുമുളക് കൃഷിയുമുണ്ട്. അങ്ങനെ ഗ്രാമങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്രയിൽ നമ്മളിപ്പോൾ കരിന്തിരി ചപ്പാത്തിന് മുകളിലുള്ള ഹെലിബറിയ റൂട്ടിലോട്ടുള്ള വഴിയിലാണ്. നല്ല കാറ്റുള്ള ഒരു പ്രദേശം. ഒരു മിനി മൂന്നാർ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കാരണം രാവിലെയൊക്കെ ഇവിടെ നല്ല കോടമഞ്ഞ് കയറി മനോഹരമായി കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ വെയിലൊക്കെ വന്ന് ഇപ്പോൾ സമയം 10 മണിയോട് അടുക്കുന്നു. അപ്പോൾ മുകളിൽ വലിയ മലനിരകളൊക്കെ കാണാം. ആ മലനിരകളുടെ മുകളിൽ ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ ഉണ്ട്. ആ റൂട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ന് പറ്റുമെങ്കിൽ ഹെലിബറിയയിൽ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാമെന്നാണ് കരുതുന്നത്. മനോഹരമായ തേയിലത്തോട്ടങ്ങൾ ഈ മൊട്ടക്കുന്നുകളെല്ലാം മൊട്ടക്കുന്നുകളുടെ എല്ലാം മുകളിലുണ്ട്. അപ്പോൾ നമുക്ക് മുൻപോട്ടുള്ള യാത്ര തുടരാം. ഉപേക്ഷിച്ച തോട്ടങ്ങൾ കാണാൻ വാഗമണിലേക്ക് പോകുന്നതിലും നല്ലത് നമുക്ക് മനോഹരമായ സംരക്ഷിക്കുന്ന തോട്ടങ്ങൾ കാണാൻ ഹെലിബറിയയിലോട്ട് വരുന്നതാണ് നല്ലത്. ഇത് കണ്ടോ, ഹെലിബറിയയുടെ റൂട്ട് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി ഇപ്പോൾ ഒരു 2 കിലോമീറ്റർ ചപ്പാത്തിൽ നിന്നും അകത്തേക്ക് കയറി വന്നതാണ്. ചപ്പാത്തിൽ നിന്നും ഏലപ്പാറയിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് ഈ ഹെലിബറിയ ടച്ച് ചെയ്ത് പോകാൻ പറ്റുക. അപ്പോൾ മുൻപ് ഞാനിതിലെ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ റൂട്ടിലേക്ക് കയറിയത്. നമ്മുടെ KK റോഡ് പിടിക്കാതെ, കോട്ടയം കുമളി കട്ടപ്പന റോഡ് പിടിക്കാതെ നേരെ ഹെലിബറിയ റൂട്ടിൽ കയറി വന്നത്. ഇതാ കൃത്യമായിട്ട് സംരക്ഷിക്കുന്ന ഒരു തേയിലത്തോട്ടമാണ് ഇവിടെ ഉള്ളത്. അതിങ്ങനെ കിലോമീറ്റർ, ഏകദേശം 10-12 കിലോമീറ്ററോളം ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. മൂന്നാർ ആസ്വദിക്കാൻ പോകുന്നവർക്ക് ഒരു മിനി മൂന്നാറായിട്ട് വേണമെങ്കിൽ ഹെലിബറിയയെ കൂട്ടാവുന്നതാണ്. അപ്പോൾ വാഗമണിലേക്ക് പോയിട്ട് ഈ കോൺക്രീറ്റ് സൗധങ്ങൾ കാണുന്നതിലും നല്ലത് ഹെലിബറിയ പോലുള്ള സ്ഥലങ്ങളിലേക്ക് വന്ന് മനോഹരമായ കാഴ്ചകൾ കാണുന്നതാണ് പ്രിയകരം എന്ന് തോന്നുന്നവർക്ക് ഈ റൂട്ടിലേക്ക് കയറി വരാവുന്നതാണ്. ഞാൻ വാഗമണിൽ പോയിട്ടാണേലും മൊട്ടക്കുന്നിലോട്ടോ അങ്ങനെ ചില സ്ഥലങ്ങൾ മാത്രമേ അവിടെ കാണാനുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും വാഗമണിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയത്ത് ഇതുപോലുള്ള ഗ്രാമഭംഗിയും നമ്മുടെ മല മേഖലയിലെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ നിങ്ങൾ വരേണ്ടി വരും. മുകളിൽ കാണുന്ന ഇവിടെയുള്ള തൊഴിലാളികളുടെ ലയങ്ങളാണ്.
നമ്മൾ അങ്ങോട്ടെങ്ങും പോകാൻ അനുവാദമില്ല, കാരണം ഇതൊക്കെ കമ്പനിയുടെ സ്ഥലങ്ങളാണ്. ടൈഫോയിഡ് ഗ്രൂപ്പിൻ്റെ സ്ഥലങ്ങളാണിതെല്ലാം. അപ്പോൾ നമ്മൾ നേരെ ഹെലിബറിയയിലോട്ട് പോവുകയാണ്. ഞാൻ കുറേ നേരമായി പറയുന്നത് ഹെലിബറിയയിലോട്ട് പോവുകയാണെന്ന്. പക്ഷേ ഇവിടുന്ന് 4-5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പെരിയാറിനെയൊക്കെ ക്രോസ് ചെയ്ത് വേണം പോകാൻ. അപ്പോൾ പെരിയാറിനെ ക്രോസ് ചെയ്തതിന് ശേഷം വലിയ മലകളൊക്കെ തള്ളിക്കയറ്റി നമുക്ക് ഏലപ്പാറയിലേക്ക് പോകാം. അതിനു മുമ്പ് തന്നെ എവിടെയെങ്കിലും ഇന്ന് സ്റ്റേ ആകാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ ശരി, നമുക്ക് യാത്ര തുടരാം. നമ്മൾ ഹെലിബറിയയിലോട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ആ പാലം. ആ കുന്നിറങ്ങി മുമ്പിലൊക്കെ നമ്മൾ 2-3 പ്രാവശ്യം വന്നിട്ടുള്ളതാണ് ബൈക്കിൽ. അപ്പോൾ സൈക്കിളിൽ ആദ്യമായിട്ട് നമ്മൾ ഈ വഴിയെ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പെരിയാറ്. അത് മുല്ലപ്പെരിയാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വഴിക്കടവ് വഴി ഇങ്ങോട്ട് ഒഴുകി വരുന്ന ഇതാണ്. ഇതിന് മുകളിലൊക്കെ നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ പാലത്തിൻ്റെ കൈവരിയൊക്കെ പകുതി പോയിട്ടുണ്ട്. ഇതാ കുഞ്ഞി കൂടിൻ്റെ അകത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. നമുക്കിനി തീറ്റ കൊടുക്കണം. നിങ്ങളെവിടുന്നാ? ട്രിവാൻഡ്രം. അത് ശരി, പ്രശ്നമേ. അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്നുള്ള നമ്മുടെ ഒരു 4 ബ്രോസ് ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ ഈ ഇറങ്ങി വന്നപ്പോഴാണ് അവരിവിടെ ഫോട്ടോ സെഷനിലൊക്കെയാണ്. ട്രിവാൻഡ്രത്ത് എവിടെയാ? കാട്ടാക്കട. ഞാൻ അവിടെ എല്ലാം കറങ്ങിയാണ് വരുന്നത്. നെയ്യാർ ഡാമിൻ്റെ എവിടെയാ? ഡാമെല്ലാം കണ്ടിട്ടാണ് വന്നത്. പാറശാലയെല്ലാം പോയിട്ട് വന്ന. അപ്പോൾ അവരിവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുകയാണ്. പെരിയാറിൻ്റെ മുകളിലാണ്. പെരിയാറിൻ്റെ കൈവഴിയൊക്കെ ഇത് കണ്ടോ, ഇത് ആറ്റി തന്നെ കിടപ്പുണ്ട്. കഴിഞ്ഞ പ്രളയത്തിന് മൊത്തം എടുത്ത് ദൂരെ കളഞ്ഞതാണ്. എന്നാ കുഞ്ഞി ആട് നിൻ്റെ ഫാൻസ്. കുഞ്ഞ് നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ശരി, നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ശരി, കാണാം കേട്ടോ. ഓക്കെ. അപ്പോഴത്തേനും നമ്മൾ മ്ലാമലയിൽ നിന്ന് വരുന്ന റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. മ്ലാമല ഏലപ്പാറ റൂട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയ അമ്പലം കണ്ടു. അപ്പോൾ നമ്മൾ നിർത്തിയതാണ്. ഇതിൻ്റെ മുകളിലൊരു മറ്റൊരു വലിയ ക്ഷേത്രമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഏരിയയിലോട്ടാണ് പോകുന്നത്. ഈ കയറ്റം കയറി വേണം പോകാൻ. അപ്പോൾ നമ്മൾ ചുറ്റിക്കറങ്ങി പോവുകയാണ്. ഇതാ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വഴി നമുക്ക് കാണാം. കോൺക്രീറ്റ് റോഡാണ്. നമ്മൾ താഴെ കൊച്ചു പെരുന്തിരി ചപ്പാത്ത് റോഡിൽ നിന്ന് കയറി വന്നതാണ്. അപ്പോൾ കുഞ്ഞിക്കൊന്ന് ഇറങ്ങണമെന്നുണ്ട് വെളിയിൽ. പക്ഷേ നല്ല വെയിലായതുകൊണ്ട് ഞാൻ ഇറക്കാതെ നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം ഇച്ചിരി കൂടി മുകളിലോട്ട് ചെന്നിട്ട് എവിടെയെങ്കിലും തണലത്ത് നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മുകളിലോട്ട് പോവുകയാണ്. അപ്പോഴത്തെ ഹെലിബറിയയിലോട്ടുള്ള യാത്രയിലാണ്. കുറേ നേരമായിട്ട് പറയുന്നത്. ഇവിടെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. ഇത് ചിന്നാർ ചായയുടെ ഒരു ഔട്ട്ലെറ്റാണ്. ഇവിടെയാണ് തേയിലയൊക്കെ തൂക്കിയെടുക്കുന്നതും അവരുടെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. ഏലപ്പാറട്ടി എന്നാണ് അവരുടെ ഈ ഏരിയയിലെ ചായയുടെ പേര്. അപ്പോൾ 100 വർഷമാണ്. 1923 ആരംഭിച്ച ഒരു കമ്പനിയാണ് ചിന്നാർ ടീ. അപ്പോൾ അതിൻ്റെ 100ാമത്തെ വർഷമാണ്. 756 സൂപ്പർ മാർക്കറ്റ്, 152 ഡിസ്ട്രിബ്യൂട്ടേഴ്സും 86 ഹോൾസെയിലേഴ്സും ഒക്കെയുള്ള ഒരു ഫാമിലിയാണ് ചിന്നാർ ടീയുടെ. അപ്പോൾ അവരുടെ ഒരു ഫാമിൻ്റെ അകത്തുകൂടിയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ താഴെ ജംഗ്ഷനിൽ വന്നിട്ട് ഒരു ബായിയോട് പോകുന്ന വഴി ചോദിച്ച്. അന്ന് ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. ആ വഴിയെല്ലാം ഒരു പാലം മാത്രമേ ഉള്ളൂ. കോൺക്രീറ്റ് ഒന്നും ചെയ്യാതെ ഒരു മൺ റോഡായിരുന്നു. ട്രാക്ടറൊക്കെ കയറി ഇറങ്ങി പോകുന്ന ഒരു റോഡായിരുന്നു. അവിടെ ഇരുന്ന് ഒരു ബായിയോട് വഴി ചോദിച്ചു. എൻ്റെ ദൈവമേ, അയാൾ ഈ കാപ്പിത്തോട്ടത്തിൻ്റെ അകത്തോട്ട് പറഞ്ഞു വിട്ട്. ഏലപ്പാറയ്ക്ക് പോകുന്ന വഴി. ഇവിടെ മുഴുവൻ ബായിമാരാണ്. കാരണം ബംഗ്ലാദേശികളാണോ ആസാമിൽ നിന്നാണോ മറ്റേ മ്യാൻമറിൽ നിന്നാണോ എന്നൊന്നും അറിയത്തില്ല. മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളാണ് മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ച്. നമ്മൾ തുലാപ്പള്ളി കണ്ട പോലെ തന്നെ തോട്ടം മേഖലയിലോട്ട് വന്നു കഴിഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലും. പിന്നെ ഇവിടെ നമുക്ക് കാണാം നന്നായിട്ട് സംരക്ഷിക്കുന്ന ഒരു തേയിലത്തോട്ടമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വാഗമണിലേക്ക് പോകുന്നതിലും കൂടുതൽ ആളുകൾ, സഞ്ചാരികൾ ഇങ്ങോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അതിൽ നല്ല മൊട്ടക്കുന്നുകളും കാര്യങ്ങളുമൊക്കെയാണ്. ആളുകളൊന്നും കൂടുതലില്ല. നമുക്ക് വന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസുകളൊക്കെ ഉണ്ട്.
ഈ നാടും വികസിക്കട്ടെ. ഒരു ഭാഗം മാത്രം വികസിച്ചാൽ പോരല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ ശരി, ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതിയെ അങ്ങ് നീങ്ങുവാണ്. ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിൻ്റെ സമയമായി. അപ്പോഴത്തെ നമ്മൾ കയറി ഹെലിബറിയായിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ ഷാരോണിനെ കണ്ടോ? ഹലോ. ഷാരോൺ പള്ളിയിൽ പോയിട്ട് വരുവാണ്. ഞാൻ രാവിലെ നിങ്ങളെ കാണിച്ച ആ പള്ളിയില്ലേ, ആ കത്തോലിക്ക പള്ളി, അന്തോണീസ് പുണ്യാളനും മാതാവും ഒക്കെ ചേർന്നിരിക്കുന്ന പള്ളി, ആ പള്ളിയിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. വരുന്ന വഴിക്കത്തെ ഞാൻ ഇപ്പോൾ മുമ്പിൽ കാണിക്കുന്ന ആ റോഡ് വഴിയാണ് ഞാൻ വന്നപ്പോൾ രണ്ടുപേരും നമ്മളെ വഴി തെറ്റിച്ച് വിട്ടുകൊണ്ട് ഒരു 8 കിലോമീറ്റർ ഞാൻ തള്ളിയും ചവിട്ടിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് എത്തിയപ്പോഴാണ്, താഴെ എത്തിയപ്പം ഷാരോണും കൂട്ടുകാരനൂടെ പള്ളിയിൽ പോയിട്ട് വരുന്നു. അപ്പം ഷാരോൺ എന്നെ സഹായിക്കാൻ വേണ്ടി സ്കൂട്ടറിൽ നിന്ന് ചാടി ഇറങ്ങിയതാണ്. കൂട്ടുകാരൻ വണ്ടിയായിട്ട് മേളിലോട്ട് പോയി. അപ്പോൾ ഇതാണ് ഹെലിബറിയായുടെ വഴികൾ. ആ മുകളിൽ കൂടിയാണ് നമുക്ക് കയറി പോകേണ്ടത്. ആ റൂട്ടല്ലേ നമ്മൾ ഏലപ്പാറയ്ക്ക് പോകുന്നത്? അത് തന്നെ. ഇതിങ്ങനെ തള്ളിക്കയറ്റി ഈ സൈഡിൽ കൂടെ തള്ളിക്കയറ്റി ഇങ്ങനെ മണ്ടയിൽ കൂടെ ചെന്ന് വലത്തോട്ട് പിടിച്ച് ഇടത്തോട്ട് തിരിഞ്ഞ് അങ്ങനെ കയറി വേണം നമുക്ക് പോകാൻ. പക്ഷേ അവിടെ അങ്ങ് കയറി ഇറങ്ങി കഴിയുമ്പം വെളുപ്പിനത്തെ മഞ്ഞുണ്ടല്ലോ, അതൊരു വൈബ് തന്നെയാണ്. പിന്നെ ഇവർക്കൊന്നും ഈ വൈബ് ഞാൻ ചോദിച്ചു, നിങ്ങളെന്നും വൈബ് അടിച്ചിരിക്കുന്നവരല്ലേ എന്ന് ചോദിച്ചപ്പോഴും ഷാരോൺ പറയാം, ഇത് എന്നും ഞങ്ങൾക്കിത് വൈബ് തന്നെയല്ലേ, രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഇത് തന്നെയല്ലേ അവസ്ഥയെന്ന് ചോദിച്ചു. അത് ഇതിൻ്റെ റംബുട്ടാൻ്റെ തോട്ടമാണെന്ന് തോന്നുന്നു. മൊത്തം വലയിട്ട് മൂടിയിട്ടിരിക്കുന്നത് കാണാം. റംബുട്ടാൻ തോട്ടമാണ്. ഇപ്പോൾ തേയിലയൊക്കെ റംബുട്ടാനും മറ്റ് കൃഷികൾക്ക് വേണ്ടി വഴിതിരിച്ച് വിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ മേളിലാണ് ഇത് ഇത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമല്ലേ? മേളിലാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉള്ളത്. പണ്ട് നമ്മൾ ലാണ്ട്രം പോകുന്നതിൻ്റെ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവും. ഞാൻ അവിടെ പോയി വീഡിയോ ഒക്കെ എടുത്ത് ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് നമ്മൾ കയറുന്നില്ല. ഹായ്, എല്ലാവരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയമാണിപ്പോൾ. ഇവിടെ ഒരുപാട് ഫെയ്ത്ത് ഹോമുകളും CSI പള്ളികളും കത്തോലിക്ക പള്ളികളും ഒക്കെ ഉണ്ട്. ഞായറാഴ്ച ഉച്ച വരെ എല്ലാവർക്കും അതുകൊണ്ട് ഡ്യൂട്ടിയും കാര്യങ്ങളും പ്രാർത്ഥനയൊക്കെയാണ്. പക്ഷെ നമ്മുടെ ഡ്യൂട്ടി ഇതാണ്, തള്ളുക ചവിട്ടുക. അതേ ഇത് കണ്ടോ, കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ഷാരോൺ. കുഞ്ഞിക്ക് കുറേ സമയം കൂടിയാണ് ഒരാളെ കിട്ടുന്നത്, കൂട്ടിന് ആളെ കിട്ടിയത്. ഹെലിബറിയ പൂമരം ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇതിൻ്റെ ആ കാണുന്നതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇവിടെ കുറേ പേരുണ്ട് നമുക്ക് ഫ്രണ്ട്സായിട്ട്. ഈ നാട്ടുകാർ മുഴുവൻ ഇവിടെ കൂടിയിട്ടുണ്ട്. ഇവരൊക്കെ വൈബ് അടിച്ച് റീൽസ് അടിച്ചും ഒക്കെ ഇരിക്കുന്ന അവസ്ഥയിലാണ്. അതേ സമയത്ത് കുഞ്ഞ് ഇവിടെ റെസ്റ്റ് ചെയ്യുന്നു. കുഞ്ഞ് നല്ല സുഖിച്ചിങ്ങനെ കിടക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഈ ഏരിയയിൽ കൂടാന്നോർത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇങ്ങനെ പോയാൽ മൂന്നാറിലൊക്കെ എത്തുമ്പോൾ അടുത്ത മാസം ആകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും കുറേ കൂട്ടുകാരെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ ഹെലിബറിയായിൽ നിന്നും മുകളിലേക്കുള്ളൊരു വ്യൂ കണ്ടോ, അതായത് വൈബ് അടിച്ച ആൾക്കാർക്ക് വരാനും നല്ല ഓഫ് റോഡ് ട്രക്കിങ്ങിനൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണിത്. ഇതാ തേയിലത്തോട്ടങ്ങളാണ്, മൊത്തം തേയിലത്തോട്ടമാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ക്യാമ്പ് ചെയ്യാനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ മുകൾ ഭാഗത്തൊക്കെയുള്ള വീടുകളിൽ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആർക്ക് വേണേലും ഇങ്ങോട്ട് വരാവുന്നതാണ്. ഇവിടെയുള്ള ആളുകളുടെ നമ്പറൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇടാം. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇവിടെ വിളിച്ച് ചോദിച്ചിട്ട് വരാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, ചെങ്കുത്തായ താഴ്ചയിലേക്കാണ് പോകുന്നത്. അവിടെയൊക്കെ വണ്ടി ഇറങ്ങി ചെല്ലുന്നതാണ്. ഇവരുടെ ഓഫ് റോഡ് വണ്ടികളുണ്ട്, അതൊക്കെ ഇറങ്ങി ചെന്ന് താഴെ ചെല്ലുന്നതാണ്. അതുപോലെ തന്നെ ആ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മ്ലാമല വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണത്. അതുപോലെ തന്നെ ഇത് ലാണ്ട്രം ടണൽ, അതായത് അഴുതയാറ്റിൽ നിന്നും വെള്ളം നമ്മുടെ പെരിയാറ്റിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ ചെറുതോണി ഡാമിൽ വെള്ളം കുറയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ബൈപ്പാസ് പോലെ ചെയ്തു വെച്ചിരിക്കുന്ന സാധനമാണ്. അതൊക്കെ പോയി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വന്നാൽ ഇവിടുന്ന് അതിനുള്ള ടൂറിസ്റ്റ് ഗൈഡൻസ് ഉള്ള ആളുകളുണ്ട്. അവർ നമ്മളെ കൊണ്ടുപോയി അവിടെ എല്ലാം കാണിച്ച് തിരിച്ചു വരുന്നതാണ്. അങ്ങനത്തെ ഫെസിലിറ്റിയൊക്കെ ഉള്ള സ്ഥലമാണിത്. ഇത് ഏലപ്പാറയിൽ നിന്ന് നമുക്ക് കയറി വരാം.
അല്ലെങ്കിൽ ഏലപ്പാറ നിങ്ങൾ വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് ഇവർ തന്നെ നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ ബസ്സിലൊക്കെ വരുന്നവരാണെങ്കിലും ഏലപ്പാറ എത്തിയാൽ ഇവരെ വിളിച്ചു പറഞ്ഞാൽ അവർ നമ്മളെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഹോം സ്റ്റേ ചെയ്ത് പിറ്റേന്ന് തന്നെ നമ്മളെ ഈ സ്ഥലങ്ങളെല്ലാം കാണിക്കാൻ കൊണ്ടുപോവുകയും അതിനുശേഷം തിരിച്ച് ഏലപ്പാറ തന്നെ നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന് വിടുകയും ചെയ്യുന്ന ഒരു രീതിയും ഇവിടെയുണ്ട്. അപ്പം ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നമ്മൾ തേയിലത്തോട്ടങ്ങളും മഞ്ഞ് മൂടിയ മലനിരകളൊക്കെ കാണാൻ മൂന്നാറിലോട്ട് തന്നെ പോകണമെന്നില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നീലക്കുറിഞ്ഞി പൂത്ത മലയാണ് ആ കാണുന്നത്. നമ്മുടെ ഈ ഏരിയയിൽ തന്നെ നീലക്കുറിഞ്ഞി പൂത്ത ഏക മലയാണത്. മൂന്നാർ അല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് നീലക്കുറിഞ്ഞി പൂക്കുന്നത് ഈ മലയിൽ മാത്രമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇവർ ട്രക്കിങ്ങും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ചപ്പാത്ത്, ചപ്പാത്ത്, കരിന്തിരി ചപ്പാത്ത്. അപ്പോൾ അതൊക്കെ കാണാനും ഇങ്ങോട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. അപ്പോഴത്തെ ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു 4 മരങ്ങൾ പൂത്തു നിൽക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഇവിടെ മുഴുവൻ ഈ പൂക്കളായിരിക്കും, ഈ ചുമലപ്പൂക്കളായിരിക്കും. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പൂമരം എന്ന് ഈ നാട്ടുകാർ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോഴത്തെ പൂമരത്തെ ഹീറോയിനും ഇവിടെയുണ്ട്. അതുകൊണ്ട് അവിടെ വേറൊരു ഹീറോയിൻ ഇരിപ്പുണ്ട്. ഇവരുടെ എല്ലാം വണ്ടികളെല്ലാം ഇവിടെയുണ്ട്. ഹായ്. ഇദ്ദേഹം ഒരു പ്രോഗ്രാം കോർഡിനേറ്ററാണ്, ടൂർ ഓപ്പറേറ്ററൊക്കെ ആകാം കേട്ടോ. അപ്പം ഇദ്ദേഹത്തെയൊക്കെ കോൺടാക്റ്റ് ചെയ്താൽ ഈ ഏരിയ ഒക്കെ കാണാൻ വേണ്ടി നമുക്ക് പോകാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഹോം സ്റ്റേ ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഇവിടെ നിന്നൊക്കെ ഉള്ള കാഴ്ചയെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം. ഇത് കണ്ടോ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇതൊക്കെ കാണാനേ വീട്ടിൽ ഇരുന്നാൽ പോരാ, ഇങ്ങോട്ട് ഇറങ്ങി വരണം. അപ്പോൾ ശരി, ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി എല്ലാവർക്കും ഈ ഹെലിബറിയ ഏരിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഹെലിബറിയയിലാണ് ഇപ്പോൾ ഉള്ളത്. ഹെലിബറിയയിലെ മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ നടുവിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാ മൂന്നാറിനോട് സമമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഹെലിബറിയ. ഇതാ നമുക്ക് മുകളിലൊക്കെ ഹോം സ്റ്റേയും കാര്യങ്ങളുമൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ്. ഇത് പൂമരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് നമുക്ക് വൈപിടിക്കാൻ പറ്റും. ഇതെല്ലാം പൂമരങ്ങളാണ്. അപ്പോൾ കാലാകാലങ്ങളിൽ പൂക്കളുണ്ടാക്കുന്ന വലിയ മരങ്ങളാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ടാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കുറേ കാലമായിട്ട് ഒടുക്കത്തെ തള്ളുമായിട്ട് നടക്കുകയാണല്ലോ ഞാൻ. അതായത് കയറ്റങ്ങളെല്ലാം തള്ളിക്കയറ്റി കുഞ്ഞിയേയുമായിട്ടുള്ള യാത്ര. ആ തള്ളലിന് എനിക്ക് ഒരു സഹായിയായിട്ട് വന്ന മനുഷ്യനാണ് ഇതേ ഈ നിൽക്കുന്നത്. തള്ളലിലൂടെ ഞങ്ങൾ സുഹൃത്തുക്കളായതാണ്. അപ്പോൾ ആ സുഹൃത്തിൻ്റെ മറ്റൊരു സുഹൃത്താണ് ഈ സുഹൃത്തിൻ്റെ പേരെന്നാ സുഹൃത്തെ? ജനീഷ്. അപ്പോൾ അതെ, ജനീഷും ഷാരോണും ഇതാ ഇവിടെ വഴി പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ ഷാരോണിന് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുണ്ട്, അശ്വന്ത് ഷിജു. അപ്പോൾ അശ്വന്ത് ഷിജു എന്നാണ് ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നല്ല അടിപൊളി ഡാൻസിൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. കൂടാതെ ഞാൻ ഇവരുടെ കൂടെ കുറച്ച് വൈബടിച്ച് പഴയ ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് താമസിയാതെ അതിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇനിയിപ്പം അവർ പുതിയ രീതികളിലുള്ള ഡാൻസുകളിലേക്കൊക്കെ തിരിയുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റാ ID എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂറോട്ടിക് എക്സ് എന്നുള്ള ഒരു ചാനൽ നമ്മുടെ സഹോയ്ക്കുണ്ട്. അപ്പോൾ 2 സഹോമാരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ അതേ നമ്മുടെ സൈക്കിള് അവിടെ റെസ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് ഞങ്ങൾ ഇവിടെയാണ് ടെൻ്റ് അടിക്കാൻ പോകുന്നത്. ഇതുപോലെ ടെൻ്റ് അടിച്ച് കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം സ്വർഗമാണ് മോനെ, സ്വർഗം. മഞ്ഞ് മൂടിയ മലനിരയുടെ മുകളിൽ ഇതാ നിങ്ങൾക്ക് ഒരു ആധ്യാത്മിക കേന്ദ്രം കാണാൻ പറ്റും. അതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. രാവിലത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ചകൾ. അതായത് കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു ക്ഷേത്രാങ്കണം. നിത്യപൂജ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. മുൻപ് ഞാനിവിടെ വന്നിട്ടുള്ളതാണ്. നിങ്ങളപ്പോഴും എൻ്റെ മുൻപുള്ള വീഡിയോകൾ കണ്ടാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും.
അന്നിവിടെ ഈ കൊടിമരം ഇല്ലായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ച ഒരു കൊടിമരമാണിത്. രാവിലെ ഈ മഞ്ഞത്ത് ക്ഷേത്രത്തിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഒരു വൈബ് തന്നെയാണ്. ഇതിൻ്റെ താഴെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. താഴെ മാർട്ടിൻ്റെ ജീപ്പിനുള്ളിലാണ് ഞാൻ ഇന്നലെ കിടന്നത്. കാരണം അത്രയ്ക്ക് മഞ്ഞായിരുന്നു. തണുപ്പ് കൂടുതലായതുകൊണ്ട് മാർട്ടിൻ പറഞ്ഞ് ജീപ്പിൻ്റെ അകത്ത് കയറി കിടന്നോളാൻ. കൂടാതെ ഇവിടെ ചെറിയ രീതിയിൽ പന്നിയുടെ ശല്യവും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അവിടെ തന്നെ കിടന്നോളാൻ പറഞ്ഞ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ പ്രവേശത്തേക്ക് വന്നതാണ്. ഇതാ നമ്മൾ കയറി വരുന്ന വഴിയിൽ ആദ്യം കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തേക്കാണ് നമ്മൾ വരുന്നത്. കാരണം അങ്ങേ സൈഡിൽ വഴിയില്ല. ഈ വഴിയാണ് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ക്ഷേത്രത്തിന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് യാത്ര തുടരാൻ സമയമായിട്ടുണ്ട്. ഇതുപോലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന കാഴ്ചകൾ കാണാൻ. മഞ്ഞ് മൂടിക്കിടക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് കോടമഞ്ഞാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം തന്നെ നല്ല തണുപ്പുണ്ട്. ഏകദേശം 12 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ തണുപ്പ്. പക്ഷേ കുറച്ചുകൂടെ ഒരു ജനുവരി മാസമൊക്കെ ആകുമ്പോൾ അതിലും തണുപ്പ് താഴോട്ട് വരും. ഒരു 8 ഡിഗ്രി 6 ഡിഗ്രിയിലൊക്കെ എത്തുന്നതാണിവിടെ. അപ്പോൾ നമ്മൾ ആ കാഴ്ചയൊക്കെ കണ്ട് പതിയെ പൂമരത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ആ കാണുന്ന ജീപ്പിലാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. ഞാനിപ്പോൾ ജീപ്പിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ട് പോലും എനിക്ക് ജീപ്പ് ഒരു നിഴൽ പോലെ കാണുന്നുള്ളൂ. ഇതാ പോസ്റ്റിൻ്റെ താഴെ കുഞ്ഞിനെ മൂടിപ്പതപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജീപ്പിൽ ഇന്നലെ കിടന്നുറങ്ങി. കുഞ്ഞിതേണ്ട് മൂടിപ്പതച്ച് കിടക്കുക. നല്ല കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് തണുപ്പ് കൂടി. ഇതാ പൂമരത്തിൻ്റെ അവിടെയൊക്കെ നല്ല കോടയുണ്ട്. അങ്ങോട്ട് ദൂരോട്ടൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുപോലത്തെ അവസ്ഥയാണ്. ഈ അവസ്ഥയിലൂടെയാണ് നമ്മൾ സൈക്കിളും തള്ളി ഇന്ന് പോകാൻ പോകുന്നത്. ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളിവിടുന്ന് പോകുന്നുള്ളൂ. ഈ കാഴ്ചകളൊക്കെ നമുക്ക് നാളെ വന്ന് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ.
അപ്പോഴത്തെ ഹെലിബറിയയുടെ മുകളിലേക്ക് കയറി വന്നപ്പോൾ ചെറുതായിട്ട് വെയിലൊക്കെ വന്നിട്ടുണ്ട്. മഞ്ഞൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പോട്ടുള്ള യാത്രയിലാണ്. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയാവുന്നു. എന്നാലും കോടമഞ്ഞിനൊരു കുറവുമില്ല. സൂര്യനൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര ഈ വഴിയിലൂടെ മുമ്പോട്ട് പോവുകയാണ്. ഇനി ഹെലിബറിയയുടെ ഒരു ചെറിയ കുന്നൂറെ കയറി ഇറങ്ങിയാൽ CSI പള്ളിയാവും. കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി. ഇവിടുന്ന് ജീപ്പിലാണ് എല്ലാവരും സ്കൂളിൽ പോകുന്നത്. ജീപ്പുകളൊക്കെ വന്നു. ജീപ്പാണ് ഇവരുടെ ഏക ആശ്രയം. അപ്പോൾ നമ്മൾ ഹെലിബറിയയുടെ ടോപ്പ് ഏരിയയിലോട്ട് യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ ഡൗണിൽ നിന്നാണ് വന്നത്. മഞ്ഞാണ്, മൊത്തം കോട കയറി കിടക്കുകയാണ്. ഇങ്ങനെ കൈ പിടിച്ച് കഴിഞ്ഞാൽ കയ്യിലോട്ട് അടിച്ച് കയറുന്ന കോടയാണ്. അപ്പോൾ വെറുതെ അല്ല ഞാൻ പറഞ്ഞത് ഇതൊരു മിനി മൂന്നാറാണെന്ന്. അപ്പോൾ ശരി, നമുക്ക് മുകളിലേക്ക് പോവാം. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയായി. ഈ മലകളുടെ മുകളിൽ സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഹെലിബറിയയിൽ നിന്നും കുമളിക്കുള്ള പുതിയ റോഡിലൂടെയാണ് പോകുന്നത്. ഇച്ചിരി റിസ്ക്കുള്ള റോഡാണ്, കാരണം സോൾ ചെയ്തിട്ടേ ഉള്ളൂ, ടാറിംഗ് ഒന്നും ആയില്ല. അതുകൊണ്ട് മാക്സിമം പതിയെ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ കൂടുതൽ ഇറക്കമാണ്. അതുകൊണ്ട് അതുകൂടാതെ നമുക്ക് കുമളിക്ക് പോകാൻ ഏലപ്പാറ വണ്ടിപ്പെരിയാർ കയറി പോകുന്നതിലും ഏകദേശം 15 കിലോമീറ്റർ നമുക്ക് ലാഭം കിട്ടും ഈ വഴിയെ പോയാൽ. അപ്പോൾ ഈ വഴിയെയാണ് ഞാൻ പോകുന്നത്. ഇത് പ്രധാനമന്ത്രി സടക്ക് യോജനയിൽപ്പെട്ട ഒരു റോഡാണ്. PMGSY പ്രോജക്റ്റിൽപ്പെട്ട റോഡാണ്. അതിൻ്റെ ബാക്കി സോളിങ് പരിപാടികളൊക്കെ ബാക്കി കിടക്കുകയാണ്. അത് ഇപ്പോൾ തന്നെ തുടങ്ങുമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഈ വഴി നമുക്ക് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും. അതിൻ്റെ മുകളിൽ ഒരു ഫെയ്ത്തോമാന്ന് തോന്നുന്നു, ജീസസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ജീസസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ മലയുടെ മുകളിലൊക്കെ വളരെ മനോഹരമായ ഹോം സ്റ്റേകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് താമസിക്കുന്നത് സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതിൻ്റേതായ പ്രത്യേകതകൾ ആഗ്രഹിക്കുന്നവർ മാത്രം ഈ പ്രദേശത്തോട്ട് വന്നാൽ മതി. ചുമ്മാ നാട്ടുകാരുടെ നിടി കൊള്ളണ്ട. വന്ന് കുൽസിത പ്രവർത്തികൾ കാണിച്ചിട്ട് ഇടികൊള്ളാൻ നിൽക്കരുത്. കാരണം നാട്ടുകാർ ഇവിടെ ഒറ്റക്കെട്ടാണ്. ഓരോ ഏരിയ തിരിച്ച് അവർ സ്ട്രോങ് ആണ്, അവർ പവർഫുള്ളുമാണ്. അപ്പോൾ ഈ ഭംഗി ആസ്വദിക്കാൻ രാവിലെ വന്നാൽ, ഇപ്പം കോട്ടയത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഒരു 4 മണിക്ക് അവിടുന്ന് വിടുവാണെങ്കിൽ ഇവിടെ വന്ന് ഈ മഞ്ഞ് മൂടിയ മലനിരകളുടെ ഇടയിലൂടെ നടന്ന് ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ റൂട്ടിൽ തന്നെ നിങ്ങൾക്ക് കുമളിക്ക് പോകാൻ പറ്റും. കുമളി പോയി മൂന്നാർ പോയി അങ്ങനെ ഒരു കറക്കം കറങ്ങി 2 ദിവസം കൊണ്ട് തിരിച്ചെത്താവുന്നൊരു മേഖലയാണിത്. വാഗമണ്ണിൽ കൂടെ കയറിയാൽ മതി. വാഗമണ്ണ് മൊത്തം കണ്ട് പരപ്പിലൂടെ വന്ന് പരപ്പിൽ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ട് കയറുക. ഇവിടുന്ന് നേരെ കുമളി പോവുക, കുമളിയിൽ നിന്ന് നേരെ മൂന്നാർ പോവുക. ഞാൻ ആ റൂട്ടിലാണ് പോകുന്നത്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത റൂട്ടാണ്. ചോദിച്ചും പറഞ്ഞുമാണ് നമ്മൾ പോകുന്നത്. അപ്പോഴത്തെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് ഞാൻ കുക്ക് ചെയ്യുവാണ്. വലിയ കുഴപ്പമില്ലാത്ത കുക്കിങ്ങാണ്. അപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്നാണ് കുക്ക് ചെയ്യുന്നത്. ഇതുണ്ടോ, രാവിലെ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി. രാവിലെ ഒരു കാപ്പി ആ അമ്പലത്തിൽ നിന്ന് കുടിച്ചിട്ട് പോകുന്നതാണ്. എന്നാലും ഒരു കട്ടൻ കാപ്പിയും കൂടി ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഉള്ളി അരിഞ്ഞ് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നൂഡിൽസ് അടിക്കാമെന്നോർത്താണ്. നൂഡിൽസാണ് ഉദ്ദേശിച്ചത്. നോക്കട്ടെ, ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ ബ്രെഡ് തിന്നണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരുത്തി കിടന്നുറങ്ങുകയാണ്. ഉറക്കമല്ല, അവൾ റെസ്റ്റ് ചെയ്യുകയാണ്. ഇതുണ്ട്, ഇത് താഴെ ഒരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട്, ചെറിയൊരു അരുവി. ഈ അരുവിയാണ് അങ്ങ് താഴെ നിന്ന് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോഴത്തെ നമ്മളിത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് ഇനിയിപ്പം മുളക് ഇട്ട് ഉള്ളിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കണം. എന്നിട്ട് ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ ബ്രെഡും കൂട്ടി തട്ടണം, അല്ലെങ്കിൽ ഒരു നൂഡിൽസ് എടുത്തിടണം. അപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുട്ടയൊക്കെ ഇട്ടിട്ട് വെള്ളം തിളയ്ക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ നിൽക്കുകയാണ്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അത് ഇനിയൊരു നൂഡിൽസ് കൂടെ തട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടന്നു. അത് കഴിഞ്ഞ് ബ്രെഡും കൂട്ടി നൂഡിൽസ് കൂട്ടി ഒരു തട്ട് തട്ടിയാൽ ഓക്കെ ആയി. രാവിലത്തെ കാര്യം വൈകുന്നേരം വരെ ഓക്കെ ആയി. അത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ബിസ്ക്കറ്റും വെള്ളവും കുടിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ചിലവ് ചുരുക്കിയുള്ള യാത്രയിൽ ഇങ്ങനെയൊക്കെ നമുക്ക് നടക്കത്തുള്ളൂ.
അപ്പോൾ ചെയ്തുണ്ടോ കുഞ്ഞ് ഒന്നും അറിയാതെ എന്നെ ഹെൽപ്പ് പോലും ചെയ്ത് വെച്ചാൽ വെള്ളം പോലും എടുത്തുകൊണ്ട് വരാതെ കിടന്നുറങ്ങുന്ന ഉറക്കം കണ്ടോ. എന്തൊരു കള്ളി, ഓടി പട്ടി ഓടി പട്ടി ഓടി പട്ടി. നല്ല ഉറക്കമാണ്. ഇന്നലെ നല്ല തണുപ്പായിരുന്നു അല്ലേ, മഞ്ഞ് മൂടി കിടക്കായിരുന്നു. ഇത് കണ്ടോ, ഇപ്പോഴത്തെ ഒരു കാഴ്ച കണ്ടോ നിങ്ങൾ. എൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കിടന്നിരുന്ന സ്ഥലത്ത് മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പുറത്തെ മലയിലാണ് ഞാൻ താമസിച്ചത്, അവിടെയാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ മുകളിൽ നിന്ന് നമുക്കിങ്ങനെ മഞ്ഞ് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ പിടികിട്ടി കാണും. ഇങ്ങനെ മഞ്ഞിറങ്ങി വരുന്നതും മഞ്ഞ് പോകുന്നതും ഒക്കെ നമുക്ക് മറ്റ് സ്ഥലങ്ങളിലോട്ട് ഇടുക്കിയുടെ മറ്റ് സ്ഥലങ്ങളിലെ കഴിഞ്ഞും ക്ലിയറായിട്ടും വ്യക്തമായിട്ടും രണ്ടും ഒന്നാണല്ലോ അല്ലേ. അപ്പോൾ ക്ലിയറായിട്ട് കാണാൻ പറ്റും. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന മഞ്ഞിറങ്ങി താഴെ അടിവാരത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത് കാണാം. അവരൊക്കെ ജീപ്പ് പ്രതീക്ഷിച്ച് ഓരോ സ്ഥലങ്ങളിൽ നിൽക്കുകയാണ്. അപ്പോഴത്തെ മേളിൽ കാണുന്നത് എരിപറിയായുടെ തേയില ഫാക്ടറിയാണ്. അതിൻ്റെ മുകളിലേക്കൊക്കെ തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാം. ഇതൊക്കെ കൃഷിസ്ഥലങ്ങളാണ്, ഓരോരുത്തരുടെയും കൃഷിസ്ഥലങ്ങളാണ്. ഹലോ ബ്രോ. അപ്പോഴത്തെ രാവിലെ ഭക്ഷണം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നൂഡിൽസൊക്കെ ഇട്ട് കൊടുത്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമീകൃത ആഹാരമാണ് നമ്മൾ കഴിക്കുന്നത്. അതിനിടയ്ക്ക് ഒരുത്തിരി ഉറക്കം കണ്ടോ, വെയിലൊക്കെ കണ്ട് അവൾ സൂചിച്ച് കിടക്കുക. ഇന്നലെ തണുപ്പായതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മളിവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ കുമളിക്ക് കയറാമെന്ന് വെച്ച്. ആളുകളൊക്കെ കുട്ടികളെ സ്കൂളിൽ വിടാനും ജോലിക്ക് പോകാനും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പശുക്കളൊക്കെ ഇഷ്ടം പോലെ മേഞ്ഞ് നടപ്പുണ്ട്. അവരെല്ലാം രാവിലെ പാലൊക്കെ കറന്നു കൊടുത്തതിന് ശേഷം, അവരല്ല കറന്നത്, അവരൊക്കെ പാൽ ചുരത്തിയതിന് ശേഷം താഴേക്ക് ഇറങ്ങി തീറ്റ തിന്നാൻ ഇറങ്ങിയതാണ്. ആൾക്കാർക്ക് രാവിലെ സ്റ്റോറിൽ പാൽ കൊണ്ടുപോയി കൊടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറിയ പുഴയുടെ സൈഡിൽ, പുഴയല്ല അരുവി, മൊത്തം തെറ്റിപ്പോവാണല്ലോ, അരുവിയുടെ സൈഡിൽ ഞാനിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് പാത്രമൊക്കെ കഴുകാനും കുളിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുളിച്ചിട്ടൊക്കെ രാവിലെ അങ്ങ് നീങ്ങുവാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ അങ്ങ് മുകളിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ അതിനുള്ള പാങ്ങിലാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കാം. സാധാരണ ഉണ്ടേച്ച് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്നുള്ള ഒരു ചൊല്ലുണ്ട്. പക്ഷെ നമുക്കത് പറ്റിയല്ല. ഈ ചൂടിച്ചാൽ കൂടി കയറിയാലേ ഒന്ന് കുളിക്കാൻ പറ്റത്തുള്ളൂ. നല്ല തണുപ്പാണ് വെള്ളത്തിന്. അതുകൊണ്ട് വല്ലതൊക്കെ രാവിലെ കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകും. ഇപ്പം 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുമളി എത്തും ഈ റോഡിൽ. അത് ഇച്ചിരി കുറച്ച് സമയത്തും കൊണ്ട് നമുക്ക് എത്താൻ പറ്റും.